ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതവചന ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിക്കുന്നതായ ഈ വേളയിൽ നക്ഷത്ര വിളക്കുകൾ കണ്ണു ചിമ്മി തുറക്കുന്നതായ ഈ സന്ദർഭത്തിൽ, അതെ, ശാന്തമായ പ്രശാന്ത സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ കരോൾ സംഘങ്ങൾ എങ്ങും ക്രിസ്തുനാഥൻ്റെ ജനനം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഏറ്റവും സുന്ദരമായ ഒരു സന്ദേശം ഇന്ന് ഈ പ്രഭാതത്തിൽ ശ്രമിക്കാം. നമുക്ക് വായിക്കാം ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. നമുക്കറിയാം, യോസെഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നതായ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. നീതിമാനായ യോസെഫ് മറിയയ്ക്ക് മറ്റു സമൂഹത്തിൽ നിന്ന് യാതൊരു വിധത്തിലുമായ ദോഷവും വരാത്ത വിധത്തിൽ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ചു. അതിന് കാരണം യോസെഫ് ഒരു നീതിമാനാകൊണ്ടാണ്. എന്നാൽ ഒരു സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ യോസെഫിനോട് ഇങ്ങനെ സംസാരിച്ചു: അവളെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് വിശുദ്ധ പ്രജയാകുന്നു. ദൈവപുത്രനാണ്, യേശു അഥവാ ലോകരക്ഷിതാവ് എന്ന് നീ അവന് പേർ വിളിക്കണം. അതെ, യേശു ക്രിസ്തുവിൻ്റെ ജനനം സന്തോഷം തരുന്ന ഒന്നാണ്. വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വരുന്നു. അവർ പൊന്ന്, മീറ, കുന്തിരിക്കം ഇവ കാഴ്ചവെക്കുന്നു. എന്താ പൊന്ന്? രാജാവ് എന്നതിൻ്റെ അംഗീകാരമായി പൊന്ന് കാഴ്ചവെച്ചു. കുന്തിരിക്കം അവനൊരു പുരോഹിതനാണെന്ന് വിളിച്ചറിയിക്കുന്നു. മീറ അവനൊരു പ്രവാചകനാണെന്ന് വിളിച്ചറിയിക്കുന്നു. വിദ്വാൻമാർ ചെന്നു അമ്മയായ മറിയയോട് കൂടെ കണ്ടു. യേശുവിനെ നമസ്കരിച്ചു എന്നെഴുതിയിരിക്കുന്നു. അതെ, യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നിരിക്കുന്നു, ലോകരക്ഷിതാവായി ഒരുവൻ ജനിച്ചിരിക്കുന്നു. അവനെ നമസ്കരിച്ചു. നമസ്കാരം അവന് മാത്രമാണ്. ഇവിടെ ഇതാ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് ചില ഇടയന്മാർ കിടക്കുകയാണ്. നല്ല തണുപ്പുള്ളതായ ആ സന്ദർഭത്തിൽ ഒരിക്കലും ഇടയന്മാർക്ക് അങ്ങനെ പുറത്ത് കിടക്കുവാൻ കഴിയുകയില്ല. എങ്ങനെയോ അത് ഡിസംബർ 25 ആരൊക്കെയോ ചേർന്ന് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരുപക്ഷെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കുവാനാണ് അത് സാധ്യതയെന്ന് പറയുന്നു. അതെ, ദിവസം നമുക്ക് പ്രശ്നമല്ല. എന്നാൽ അവിടെ ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ഈ നല്ല സന്ദേശവുമായിട്ട് സ്വർഗീയ ഗണങ്ങൾ ഇറങ്ങി വരികയാണ്. സ്വർഗീയ മാലാഖമാർ ഇറങ്ങി വരികയാണ്. അവർ പറഞ്ഞതായ ചില വാക്കുകൾ അല്ലെങ്കിൽ അവർ പാടിയ പാട്ടാണ് നമ്മൾ ഇവിടെ ധ്യാനിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അതെ, അത്യുന്നതനാണ് ദൈവം, മഹാരാജാവാണ് ദൈവം. ആ ദൈവമാണ് സകല മഹത്വത്തിനും യോഗ്യൻ. തുടർന്ന് മാലാഖമാർ ഇങ്ങനെ പറഞ്ഞു: ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആരാണ് ദൈവപ്രസാദമുള്ളത്? പാപത്തോട് വിട പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണ് ദൈവപ്രസാദമുള്ളവർ. ദൈവവഴിയിൽ നടക്കുന്നവരാണ് ദൈവപ്രസാദമുള്ളവർ. ദൈവവചനം ശ്രദ്ധിക്കുന്നവരാണ് ദൈവപ്രസാദമുള്ളവർ. അതെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് ദൈവപ്രസാദമുള്ളവർ. അവർക്കാണ് സമാധാനം. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിൻ്റെ മറുപുറം നോക്കുക. ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും പോക്കറ്റ് കാലിയായി, ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ട് നിരാശാബോധത്തിലേക്ക് നീങ്ങി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മുൻപോട്ട് പോകുന്നവരാണോ ദൈവപ്രസാദമുള്ളവർ? അതെ, ക്രിസ്തുമസ് ഒരു വിളക്ക് തൂക്കിയത് കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രിസ്തുമസ് പുൽത്തൊട്ടിയിൽ ഒരു ശിശുവായി യേശുവിനെ കിടത്തിയത് കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രിസ്തുമസ് ഒരു കരോൾ ഗാനം കൊണ്ട് തീരുന്നതല്ല. അതിലുപരിയായി യേശു ക്രിസ്തു ജനിക്കേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ യേശു ജനിച്ചാൽ ദൈവപ്രസാദം തനിയെ ആ ഹൃദയത്തിലേക്ക് വരും. അത് ഒരു വ്യക്തിയിൽ ആ പ്രസാദമുണ്ടായാൽ അത് ആ കുടുംബത്തിൻ്റെ പ്രസാദമായി മാറുകയാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറഞ്ഞത്: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അതെ, ഇപ്പോൾ ഉള്ളതായ ഈ ആഘോഷങ്ങൾ തുടർന്ന് ഹൃദയംഗമമായി, മദ്യം കൂടാതെ, മയക്കുമരുന്ന് കൂടാതെ, മറ്റു കൂട്ടുകെട്ടുകൾ കൂടാതെ കർത്താവിനോട് ചേർന്ന് ആഘോഷിക്കുവാൻ ഇടയായിത്തീരട്ടെ. അപ്പോൾ സകല ജനത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന ആ മഹാസന്തോഷം നിങ്ങൾക്കും ഉണ്ടാകും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകും. അതിനായി കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങളുടെ ജനം
ഹൃദയംഗമമായി സമാധാനമുള്ളവരും സന്തോഷമുള്ളവരുമായിരിക്കട്ടെ. ഇത് തുടർന്നും കർത്താവ് നൽകണമേ. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.